വേദിയിലിരിക്കുന്ന ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രീരാമേട്ടൻ, ഈ പൂമുഖം സാംസ്കാരിക വേദിയുടെ പ്രവർത്തകർ, ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണനിർവഹണം നടത്തുന്നതിന് വേണ്ടി തയ്യാറായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജനപ്രതിനിധികൾ, സദസ്സിലിരിക്കുന്ന എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ, ഈ ഒരു പരിപാടിക്ക് പൂമുഖം നടത്തുന്ന ഇത്തരമൊരു പരിപാടിക്ക് എന്നെ ക്ഷണിച്ചതിൽ, സത്യം പറഞ്ഞാൽ എന്നെ അല്ല ക്ഷണിച്ചത്, ഇവിടെ പറഞ്ഞു ആരെങ്കിലും ഒരാളെ ഇത് സംസാരിക്കാൻ വിടുവോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് എൻ്റെ ഒരു ധാർമ്മിക ഉത്തരവാദിത്തമായിട്ട് എനിക്കിത് അനുഭവപ്പെട്ടു. എൻ്റെ അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലം, അതും പൂമുഖം പോലെ, ഒരുപാട് കേട്ടിട്ടുണ്ട് ഞാൻ പൂമുഖത്തിനെ പറ്റി അഷ്റഫ് കയുടെ ഭാഗത്ത് നിന്ന്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് വന്ന് എനിക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ പറയേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് അതുകൊണ്ടാണ് ഞാൻ വന്നത്. അതിനൊരു അവസരം തന്ന എല്ലാവർക്കും എൻ്റെ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുകയാണ്. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കേണ്ടത് ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെയാണ്. ഈ ജനപ്രതിനിധികളുടെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു വലിയ ജനാധിപത്യ പ്രക്രിയ, മറ്റേതൊരു തിരഞ്ഞെടുപ്പിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് ത്രിതല പഞ്ചായത്തുകളിലേക്കുള്ള 3 തരത്തിലുള്ള വോട്ടുകൾ ജനങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് വളരെ സങ്കീർണമായ ഒരു പ്രക്രിയയിലൂടെയാണ് ഈ ത്രിതല പഞ്ചായത്തിന്റെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്ന് നമുക്കറിയാം. കേരളത്തെ പോലുള്ള ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ച് കുറെ കൂടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ജനങ്ങൾ എന്നുള്ള രീതിയിൽ ഇതിന്റെ സങ്കീർണത ചിലപ്പോൾ നമുക്ക് ബോധ്യപ്പെടില്ല. മറ്റു സംസ്ഥാനങ്ങളിലാണെങ്കിൽ ഈ ത്രിതല പഞ്ചായത്തുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് 1 മാസക്കാലം ജനങ്ങൾക്ക് അതിനാവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകിയതിന് ശേഷമാണ് അവർ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് വരാറുള്ളത്. കാരണം 3 വോട്ട് ചെയ്യണം, അതെങ്ങനെ ചെയ്യണം, ഏതൊക്കെ രാഷ്ട്രീയ സംഘടനകളാണ് അല്ലെങ്കിൽ സ്വതന്ത്രരായിട്ടുള്ള ആളുകളാണ്, തുടങ്ങിയിട്ടുള്ള ഒരുപാട് പാഠങ്ങൾ ഇതിൽ പഠിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വന്ന ജനപ്രതിനിധികളെ സംബന്ധിച്ച് വലിയ ഉത്തരവാദിത്തങ്ങളും ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാനുമുണ്ട്. കേരള സംസ്ഥാനത്തിന്റെ മൊത്തം ബജറ്റിന്റെ 28% ബജറ്റ് വിഹിതം ഉപയോഗിക്കുന്ന ഒന്നാണ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. 100 രൂപ ഉണ്ടെങ്കിൽ അതിൽ 28 രൂപ നമ്മുടെ പഞ്ചായത്തിലേക്കാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ ഓർക്കണം. അത്രയും അധികം നമുക്ക് തോന്നും നമ്മുടെ പഞ്ചായത്തല്ലേ, തൊട്ടടുത്തുള്ളതല്ലേ, മെമ്പറല്ലേ, എപ്പോഴും വീട്ടിലേക്ക് വരണതല്ലേ, അങ്ങനെയല്ല. അവർ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത്, ഭരണസമിതി എന്ന് പറയുന്നത് 100-ൽ 28 രൂപ ചെലവാക്കുന്ന വകുപ്പാണ്. 44 വകുപ്പ് കേരളത്തിലുണ്ടെങ്കിൽ അതിൽ ഒരു വകുപ്പ് മാത്രമാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ്. പക്ഷെ ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പിലേക്കാണ് കേരള സംസ്ഥാനത്തിന്റെ ബജറ്റിന്റെ 28% പോകുന്നത്. ഈ വർഷമാണെങ്കിൽ 2025-26 16 കോടിയോളം രൂപ ഈ ഇതിലേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. 16 ലക്ഷത്തി ഉള്ള രൂപ ഇതിലേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഇത്രയധികം വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന മറ്റൊരു ഇടമില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. അതേസമയം പഞ്ചായത്തിന്റെ ഭരണനിർവഹണം എന്ന് പറയുന്നത് വളരെ സുന്ദരമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് എന്നുള്ളതും നമുക്ക് അനുഭവപ്പെട്ട ഒന്നാണ്. ഞാൻ വിവിധ പഞ്ചായത്തുകളിലായിട്ട് 16 കൊല്ലം ജോലി ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് കിലയിലേക്ക് വരുന്നത്. ആദ്യം തെരഞ്ഞെടുക്കപ്പെട്ട് വരുന്ന ജനപ്രതിനിധികള് ഒരു അന്താളിപ്പൊക്കെ ആദ്യം ഉണ്ടാവും, പുതിയ ആളുകൾക്ക് കേട്ടോ, 2ഉം 3ഉം തവണയുള്ളവർക്കല്ല. അവര് വന്നിട്ട്, മാഡം ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം, ഞങ്ങളെ ആക്ട് പഠിപ്പിക്കോ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന് നമ്മളോട് ഇങ്ങനെ ആദ്യം ചോദിക്കും. 1 വർഷം കഴിയുമ്പോഴേക്കും നമ്മുടെ വാർഡ് എന്താണെന്നും നമ്മുടെ പഞ്ചായത്ത് എന്താണെന്നും മനഃപ്പാഠമാക്കാൻ വേണ്ടി തയ്യാറാകുന്ന ഹോംവർക്ക് ചെയ്യുന്ന ആളുകളാണ് നമ്മളുടെ ജനപ്രതിനിധികൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. 2.5 വർഷം 3 വർഷം കഴിയുമ്പോഴേക്കും ഇവരുടെ തോളിൽ ധാരാളം ഭാരമായിരിക്കും. അപ്പൊ ഒരു 3.5 വർഷം കഴിയുമ്പോൾ എന്നോട് വന്നിട്ട് പറയും, ഇനി ഞങ്ങൾ നിൽക്കണില്ല, എങ്ങനെയെങ്കിലും ഒരു 1.5 വർഷം കഴിഞ്ഞു കിട്ടിയാൽ മതി, ഞങ്ങൾക്ക് ഇതങ്ങോട്ട് അവസാനിപ്പിക്കാൻ ധൃതിയായി. പ്രത്യേകിച്ച് സ്ത്രീകള്, 52% സ്ത്രീകളാണ്. സ്ത്രീകളെ സംബന്ധിച്ച് സ്ത്രീകൾക്ക് കുട്ടികള്, ഭർത്താവ്, വീട്ടിലെ വയസ്സായവര്, അങ്ങനെ ജീവനുള്ളവരും ജീവനില്ലാത്തവരും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ആളുകളെ പരിപാലിക്കേണ്ടതുണ്ട് അല്ലേ. ആളുകളെ ഉണ്ട്, പാത്രങ്ങളെ ഉണ്ട്, തുണികളെ ഉണ്ട്, ഇങ്ങനെ സചേതനവും അചേതനവുമായിട്ടുള്ള ഒരുപാട് ആളുകളെ പരിപാലിച്ചുകൊണ്ട് അതിനിടയിൽ വരുന്ന പൊതുപ്രവർത്തനത്തിനാണ് സ്ത്രീകൾ.
ഇപ്പൊ എന്നോട് പറയാറുണ്ട് ഞങ്ങൾ നിർത്തുകയാണ് 3.5 കൊല്ലമൊക്കെ, ഇനി ഞാൻ മടുത്തു, എങ്ങനെയും വലിച്ച് 1.5 കൊല്ലം എത്തിക്കണം. അപ്പൊ ഞാൻ ചിരിക്കാറുണ്ട്. പക്ഷെ 5 വർഷം കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ മെമ്പറെ പരിപാടി എന്ന് വെച്ചാൽ ഒരു തവണയും കൂടെ പറ്റിയാൽ നിക്കണം എന്നുണ്ട്. അല്ലാന്നുള്ള ആളുകൾ വളരെ കുറവാണ്. എന്തെങ്കിലും അസുഖങ്ങളോ അല്ലെങ്കിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പാർട്ടി ടിക്കറ്റ് കിട്ടാത്തവരോ ആയിട്ടുള്ളവരോ ഒഴികെ എല്ലാ കക്ഷി രാഷ്ട്രീയ ഭേദമേന്യെ ഞാൻ പറയുകയാണ്, 5 വർഷം കഴിയുമ്പോ തെരഞ്ഞെടുപ്പ് ആവുമ്പോ വീണ്ടും പറയും പറ്റിയാ നിൽക്കണമെന്നുണ്ട്, നമുക്ക് അറിയില്ലല്ലോ, നമ്മുടെ കയ്യിലല്ലല്ലോ എന്ന് പറയും. അത്ര സുന്ദരമായ അല്ലെങ്കിൽ അത്ര നല്ല സാമൂഹ്യ പ്രവർത്തനമാണ് പഞ്ചായത്ത് ഭരണം എന്നുള്ളതാണ് പഞ്ചായത്തിൽ ജോലി ചെയ്ത എന്നെ സംബന്ധിച്ച്, ജനപ്രതിനിധികളോടൊപ്പം നിന്ന് ജോലി ചെയ്ത എന്നെ സംബന്ധിച്ച് എന്റെ അനുഭവം. പഞ്ചായത്തിന്റെ ജനപ്രതിനിധികളാവുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട മറ്റൊരു കാര്യം കൂടെയുണ്ട്. 1990-കളില് ഇതിനൊരു ആഗോള പശ്ചാത്തലം കൂടിയുണ്ട്. 1990-കളില് ആഗോളതലത്തിൽ തന്നെ സാമ്പത്തികമായിട്ട് വലിയ പ്രതിസന്ധിയിൽ അമേരിക്കയടക്കം നിലകൊള്ളുന്ന സമയത്ത് ഇത് ഈ സാമ്പത്തിക അവസ്ഥയെ മറികടക്കാൻ മറ്റൊരു മാർഗമില്ല എന്ന് കരുതുന്ന സമയത്ത് അവരൊക്കെ പറഞ്ഞിരുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥയിലുള്ള ഒരു വാക്കുണ്ടായിരുന്നു, ദർ ഈസ് നോ ആൾട്ടർനേറ്റീവ്. ഇതിനെ മറികടക്കാൻ മറ്റൊരു മാർഗമില്ല. ആ സമയത്ത് ഈ കൊച്ചു കേരളത്തിൽ നമ്മൾ ഈ പഞ്ചായത്തുകളുടെയും ത്രിതല പഞ്ചായത്തുകളുടെയും നഗരസഭകളുടെയും പ്രവർത്തനത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് നമ്മളുടെ കേരള സർക്കാരിന് പറയാൻ കഴിഞ്ഞു, കേരളത്തിന് ദർ ഈസ് ആൻ ഓൾട്ടർനേറ്റീവ് എന്ന് പറയാൻ കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ സ്വയം പര്യാപ്തമായിട്ടുള്ള ഗ്രാമങ്ങളെ കെട്ടിപ്പടുത്തുകൊണ്ട് വിവിധ മേഖലയിൽ, കാർഷിക മേഖലയാകട്ടെ, മൃഗസംരക്ഷണ മേഖലയാകട്ടെ, അതുപോലെ ഉൽപാദന മേഖലയിലായാലും മറ്റു തരത്തിലുള്ള സ്കിൽ ഡെവലപ്മെന്റ്, സംരംഭകത്വ വികസനം തുടങ്ങിയുള്ള പല മേഖലകൾക്കകത്തും ചില മാതൃകകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ കൊച്ചു കേരളം സർവൈവ് ചെയ്തു എന്നുള്ളതിന്റെ ഏക കാരണം ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. അതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രാധാന്യം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്വയംഭരണാധികാരേ ഉള്ളൂ, അതെല്ലാവർക്കും അറിയണ്ടാവും. പരമാധികാരമില്ല. ഇവിടെ ഒരു നിയമം നിർമ്മിക്കാനുള്ള അധികാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കില്ല. പക്ഷേ നിർമ്മിക്കപ്പെട്ട നിയമങ്ങളെ വളരെ തുല്യതയോടുകൂടി പങ്കാളിത്തത്തോടുകൂടി എല്ലാവർക്കും ഗുണപ്രദമാകുന്ന പോലെ നടപ്പിലാക്കാനുള്ള സ്വയംഭരണ അധികാരം പഞ്ചായത്തുകൾക്കുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ തന്നെ കേരള സംസ്ഥാനത്തിൽ മാത്രമാണ് ഞാൻ നേരത്തെ പറഞ്ഞ 28% ബജറ്റ് വിഹിതം പഞ്ചായത്തുകൾക്ക് കൊടുത്തിട്ടുള്ളത്. പ്രാപ്തി തെളിയിച്ചിട്ടുള്ളതാണ് പഞ്ചായത്ത്. ഇതിലൊരു ചെറിയ വ്യത്യാസം കൂടി ഉണ്ട്, അല്ലെങ്കിൽ ഒരു മേന്മ കൂടിയുണ്ട്. ഒരു സർക്കാർ വന്ന്, കേരളത്തിന്റെ ഒരു പ്രത്യേകത നിങ്ങൾക്കറിയാം, ഈ കഴിഞ്ഞ 10 വർഷക്കാലം മാത്രമേ ആ മാറ്റുള്ളൂ. ഒരു സർക്കാർ വന്ന് അടുത്ത സർക്കാർ വരുമ്പോൾ, അത് കേരളത്തിലായാലും സംസ്ഥാനത്തായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലായാലും, ഒരു സർക്കാർ വന്ന അടുത്ത സർക്കാർ വന്നാലും, കേൾക്കുന്നില്ലേ, അടുത്ത സർക്കാർ വന്നാലും നമ്മുടെ ഭരണത്തിന്റെ തുടർച്ചയാണ് നമ്മൾ അടുത്ത സർക്കാർ നടത്തുക. ഇവിടെ ഇരിക്കുന്ന ജനപ്രതിനിധികൾക്ക് ഇതെല്ലാം പല സമയങ്ങളിലായിട്ട് അറിയുന്ന കാര്യമാണ്. ഇനി കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി ഇതല്ലേ ചെയ്തേ, ഇത് അപ്പാടെ ഇങ്ങോട്ട് മാറ്റാം, എന്നിട്ട് ഞങ്ങളുടേതായിട്ടുള്ള ഒരു വികസന പ്രവർത്തനം തുടങ്ങാം. അങ്ങനെയല്ല പഞ്ചായത്ത് ഭരണം. അങ്ങനെയാക്കാൻ പറ്റാത്ത തരത്തിൽ നമ്മളുടെ വികേന്ദ്രീകൃത ആസൂത്രണം എന്ന് പറയുന്ന ആശയം കേരളത്തിൽ ശക്തിപ്പെട്ടത് കൊണ്ടാണ് മാറി മാറി വരുന്ന ഭരണസമിതികളായാൽ പോലും കഴിഞ്ഞ ഭരണസമിതിയുടെ തുടർച്ചയായിട്ട് ഈ ഭരണസമിതി പ്രവർത്തിക്കുന്നത്. അത് തന്നെ ഇനിയും വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ഭരണസമിതിയുടെ പ്രവർത്തനത്തിന്റെ തുടർച്ചയായിരിക്കണം വരാനിരിക്കുന്ന ഭരണസമിതിയുടെ പ്രവർത്തനം. എല്ലാറ്റിനെയും അങ്ങ് ഇല്ലാതാക്കി കളഞ്ഞ് പുതിയൊരു സാധനം കൊണ്ടുവരാം എന്നുള്ളതല്ല, ഇന്ന് നിലനിൽക്കുന്നതിന്റെ തുടർച്ചയായിരിക്കണം അടുത്തത്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വേറെ ഒരു തെരഞ്ഞെടുപ്പ് വേദിയിൽ നമ്മൾ പല രാഷ്ട്രീയത്തിൽ നിന്നാലും സ്വതന്ത്രരായിട്ട് നിന്നാലും ഒക്കെ തന്നെയും പല ജെൻഡർ വിഭാഗങ്ങളായിട്ട് നിന്നാലും പല സാമ്പത്തിക ശേഷിയായിട്ട് നിന്നാലും ഒക്കെ തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ പ്രതിപക്ഷമില്ല, എല്ലാം ഭരണപക്ഷ. ഞാൻ പ്രതിപക്ഷ നേതാവാണ് എന്ന് ചിലപ്പോൾ ആരെങ്കിലൊക്കെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ അങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ഒരു തസ്തിക നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇല്ല എന്നുള്ളതാണ് ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ, സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ മേന്മ എന്ന് കാണണം. എല്ലാവരും ഭരണപക്ഷമാണ്. അങ്ങനെ ജനാധിപത്യമുള്ള മറ്റൊരു വേദി ലോകത്ത് തന്നെ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു ഭരണ നിർവഹണമാണ് നമ്മൾ നടത്തുന്നത്. മുൻപൊക്കെ നമ്മൾ പറയാറ് ലോക്കൽ ബോഡി എന്നാണ്. ഇപ്പൊ ലോക്കൽ ബോഡി അല്ല, ലോക്കൽ ഗവൺമെന്റ് ആണ്. എന്താ ലോക്കൽ ഗവൺമെന്റിന്റെ പ്രത്യേകത? 3 തരത്തിൽ നമ്മൾ ഗവൺമെന്റുകളെ കാണാറുണ്ട്.
സെൻട്രൽ ഗവൺമെന്റ് അല്ലെ, കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാർ, പ്രാദേശിക സർക്കാർ. പ്രാദേശിക സർക്കാർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ജില്ലാ കളക്ടർ ഇരിക്കുന്നത് പോലെ ഇവിടുത്തെ പ്രാദേശിക ഭരണകൂടാണ് നമ്മുടെ പഞ്ചായത്ത്. ആ പഞ്ചായത്തിന് അത്തരത്തിലുള്ള അധികാരങ്ങൾ നിക്ഷിപ്തമായിട്ടുള്ള ഒന്നാണ് പഞ്ചായത്ത്. ഫണ്ട് മാത്രമല്ല നമുക്ക് കിട്ടിയിട്ടുള്ളത്. എന്താ വികേന്ദ്രീകൃത ആസൂത്രണത്തിന്റെ പ്രത്യേകത? അതാണ് കേട്ടോ നമ്മുടെ ശക്തി. 1992 73-74 ഭരണഘടനാ ഭേദഗതി വരുന്നത്. അതിനുശേഷം വരുന്നതാണ് അധികാര വികേന്ദ്രീകരണം. അധികാര വികേന്ദ്രീകരണത്തിന് വളരെ ചെറിയ ഒരു എക്സാമ്പിള് ഞങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ ജനപ്രതിനിധികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ സാധാരണ പൊതുജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. വിദ്യാഭ്യാസ മേഖല പഞ്ചായത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം നിലനിൽക്കുന്ന ഒരു മേഖലയാണ് ഇവിടുത്തെ സ്കൂളുകളിലുള്ള പഞ്ചായത്തിന്റെ ഉത്തരവാദിത്വം. സ്കൂളില് 1992 മുന്നേ സ്കൂളിൽ 4ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികള് ബെഞ്ചിൽ കയറിയിട്ട് തുള്ളിച്ചാടുകയാണ് ചെയ്യാറുണ്ടല്ലോ അല്ലെ? ഇപ്പൊക്കെ കുട്ടികൾ തുള്ളിച്ചാടാറുണ്ടോ അറിയില്ലേ? നമ്മുടെയൊക്കെ കാലത്ത് ഉച്ചയ്ക്ക് ഉണയിക്കാനൊക്കെ വിട്ടാൽ പിന്നെ അതിൽ കയറിയിട്ട് പാട്ടുപാടി തുള്ളിച്ചാടുകയാണ്. തുള്ളിച്ചാടി ബെഞ്ചൊടിഞ്ഞു. കാരണം അഞ്ചാളൊന്നല്ല ചാടുന്നത്, 5-8 ആള് ഒന്നിച്ചു നിന്ന് ചാടുക. ബെഞ്ചൊടിഞ്ഞു. ബെഞ്ചൊടിഞ്ഞപ്പോ ആ ബെഞ്ചിലിരിക്കേണ്ട 5 പേർക്ക് ഇരിക്കാൻ ആ ക്ലാസ്സിൽ ഇനി ബെഞ്ചുണ്ടോ? ഇല്ല. 1990 മുൻപാണെങ്കിൽ ബെഞ്ച് അന്വേഷിച്ച പ്രധാന അധ്യാപകൻ ഫയൽ തുടങ്ങും. ഇന്ന ക്ലാസ്സില് കുട്ടികൾക്ക് ഇരിക്കാൻ തക്ക വിധത്തിലുള്ള ബെഞ്ചുകളുടെ എണ്ണമില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ബെഞ്ച് അനുവദിച്ച് തരണം, അല്ലെങ്കിൽ 2 ബെഞ്ച് അനുവദിച്ച് തരണം എന്ന് പറഞ്ഞിട്ട് ഒരു കത്ത് പ്രധാന അധ്യാപിക AE ഓഫീസിലേക്ക് അയക്കും. ഇത് അയക്കാൻ ഒരു 10-12 ദിവസം എടുക്കും. കാരണം ക്ലർക്ക് ഇത് തയ്യാറാക്കണം, ഇത് സൂപ്രണ്ട് ഒപ്പിടണം, എന്നിട്ട് ആ കത്ത് അവിടെ എത്തണമെങ്കിൽ അല്ലെ, ഇമെയിലൊന്നും ഇല്ല എന്ന്, കത്ത് അവിടെ എത്തണമെങ്കിൽ 2 ദിവസം പിടിക്കും. അങ്ങനെ AEO ഈ കത്ത് പൊട്ടിച്ചെടുക്കുമ്പോഴേക്കും 3 ദിവസം പിടിക്കും. അവിടുത്തെ ഒരു ക്ലർക്ക് അതുമ്മൽ ഒരു പണിയെടുക്കണം, സൂപ്രണ്ട് ഒരു പണിയെടുക്കണം, AEO ഒരു പണിയെടുക്കണം. ഒരാൾക്ക് 5 ദിവസം കൊടുത്തിട്ടുണ്ട് സർക്കാർ പണിയെടുക്കാൻ. ഒരു ഫയൽ കിട്ടിയാൽ 5 ദിവസം കൊണ്ട് കൊടുത്താൽ മതി. സ്വാഭാവികമായിട്ടും ആ ക്ലർക്ക് എന്താ ചെയ്യാ? 5 ദിവസം ഉണ്ടല്ലോ, വേറെ ഫയൽ കിട്ടിക്കിടക്കുണ്ടാവും. 5 ദിവസം കഴിഞ്ഞ് 15 ദിവസം കഴിയുമ്പോഴാണ് AE ഓഫീസിൽ നിന്ന് ഈ സാധനം DE ഓഫീസിലേക്ക് പോവുക, ജില്ലാ ഓഫീസിലേക്ക് പോവുക. ഇതേ പ്രക്രിയ എവിടെയും നടക്കണം, ജില്ലാ ഓഫീസിൽ നടക്കണം. ജില്ലാ ഓഫീസിൽ നിന്നാണ് ഇത് ഡയറക്ടറേറ്റിലേക്ക് പോവുക, അവിടെയും ഇത് നടക്കണം. ഇത് കഴിഞ്ഞ് വരുമ്പോഴേക്കൊരു 3-4 മാസം കഴിഞ്ഞിട്ടുണ്ടാവും. ഈ കുട്ടികള് ഒന്നുകിൽ നിൽക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും പൊട്ടിയ ബെഞ്ചോ പൊട്ടിയ കസേരയോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നിട്ട് ഇരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നിലത്തിരിക്കുന്നുണ്ടാവും. മിനിമം 3-4 മാസം എടുക്കും. അതിശയോക്തിപരമായിട്ട് ഞങ്ങളുടെ റിസോഴ്സ് പേഴ്സൺസ് പറയും, തൂമാന തുമ്പികൾ എന്ന് പറഞ്ഞ് ചാടി കളിച്ചിരുന്ന കുട്ടികള് ബെഞ്ച് പൊട്ടി കുട്ടികൾ മാഷായിട്ട് വരുമ്പോഴേക്കുമാണ് ബെഞ്ച് വരാറുള്ളത്. കുറച്ച് അതിശയോക്തിയാണെങ്കിലും. പക്ഷെ ഈ 3-4 മാസം എടുത്തിരുന്ന അതേ വിഷയം നമ്മുടെ 4 കുട്ടികള് പാട്ടും പാടി ബെഞ്ച് പൊട്ടി ഉടനെ പ്രധാന അധ്യാപകൻ വണ്ടിയും പിടിച്ച് ഓട്ടോറിക്ഷയും പിടിച്ച് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അടുത്തേക്ക് എത്തും. പ്രസിഡന്റിനെ അറിയാം അല്ലെ? പ്രസിഡന്റിന്റെ അടുത്തേക്ക് എത്തും. പ്രസിഡന്റിനോട് പറയും, ഞങ്ങൾക്ക് ബെഞ്ചില്ല, ഞങ്ങളുടെ കുട്ടികള് ഇതാക്കിയിട്ട് ബെഞ്ച് പോയി എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് കുട്ടികൾ കയറി നിന്നിട്ടല്ലേ എന്ന് പ്രസിഡന്റ് പറയില്ല. പ്രസിഡന്റ് എന്താ പറയാ? ഉടനെ അവിടെ സെക്രട്ടറി വിളിക്കും, സെക്രട്ടറിയോട് കാര്യങ്ങൾ പറയും. വേഗം ബെഞ്ച് 10,000 രൂപ പഞ്ചായത്തിന് ചെലവഴിക്കാം, ആരോടും ചോദിക്കാണ്ട് ചെലവഴിക്കാം. വേഗം ഒരു ബെഞ്ച് വാങ്ങി പഞ്ചായത്തിലേക്ക് ഉച്ചയ്ക്ക് തന്നെ ഇട്ട് കൊടുക്കും. ഇതേ ഉള്ളൂ അധികാര കേന്ദ്രീകരണത്തിന്റെ പ്രത്യേകത. ഏതാ നല്ലത്? തീർച്ചയായിട്ടും അധികാരം താഴെത്തട്ടിലേക്ക് വികേന്ദ്രീകരിക്കുന്നതിന്റെ ഒരു ഉദാഹരണം മാത്രമാണ് ഞാൻ ഈ പറഞ്ഞത്. ഇതുള്ളത് കൊണ്ട് തന്നെ ഈ സമൂഹത്തിലുള്ള ഒരു വ്യക്തിക്ക് പോലും അധികാര വികേന്ദ്രീകരണത്തിനെതിരായിട്ടോ ഇന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടപ്പിലാക്കുന്ന ചില പ്രവർത്തനങ്ങൾക്കെതിരായിട്ടോ ശബ്ദിക്കാൻ പറ്റില്ല. കാരണം അത്രയ്ക്കധികം ജനോപകാരപ്രദമാണ് ഈ തദ്ദേശ സ്വയംഭരണം എന്നുള്ളതാണ്. ഇത് നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കണം അല്ലെ? ബെഞ്ചൊടിഞ്ഞു കഴിഞ്ഞാൽ പ്രധാനാധ്യാപികയ്ക്ക് തോന്നണം, എന്റെ കുട്ടികൾ നന്നായിട്ട് ഇരുന്ന് പഠിക്കണം. ഈ പ്രധാനാധ്യാപിക വണ്ടിയും പിടിച്ച് പ്രസിഡന്റിന്റെ അടുത്ത് എത്തണം. പ്രസിഡന്റിന് തോന്നണം, എന്റെ പഞ്ചായത്തില് എന്റെ കീഴിലുള്ള ഈ സ്കൂളുകളിലത്തെ എല്ലാ കുട്ടികളും സന്തോഷമായിട്ട് സുഖമായിട്ടും സൗകര്യപ്രദമായിട്ടും പഠിക്കണം. ഇത് പ്രസിഡന്റിനുണ്ടെങ്കിൽ അവിടെയുള്ള ഉദ്യോഗസ്ഥർക്ക് തോന്നണം, പ്രസിഡന്റിന്റെ ഓർഡറിനെ കമാൻഡിനെ അതേപടി അനുസരിക്കാൻ നിയമപ്രകാരം സെക്രട്ടറിയും ഉദ്യോഗസ്ഥരും തയ്യാറാകണം. ഇതെല്ലാം ചേർന്നാൽ വളരെ ഭംഗിയായിട്ട് നമുക്ക് ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ പറ്റും. വേറെ എവിടുന്നും ഓർഡർ ഇട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിനെ നമ്മൾ പറയുക, ഈ വികസന പ്രവർത്തനത്തിന്റെ അല്ലെങ്കിൽ ഇതിന്റെ ബെനിഫിറ്റ് ഏറ്റവും അവസാനത്തെ ആൾക്ക് വരെ കിട്ടണം.
അതിന് നമ്മൾ പറയുന്ന ഒരു മുദ്രാവാക്യം ഉണ്ട്, നോ വൺ ലെഫ്റ്റ് ബിഹൈൻഡ്. എന്താ അതിന്റെ അർത്ഥം? ഒരാൾ പോലും പിന്തള്ളപ്പെടരുത്. ഇതാണ് നമ്മുടെ ഉദ്ദേശം. കുറച്ച് ആൾക്കാർക്ക് വേണ്ടി ഭരിക്കുകയല്ല. ഈ പഞ്ചായത്തിലെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ അവസാനത്തെ വീടിലെ അവസാനത്തെ കുട്ടി വരെ നമ്മളുടെ കാഴ്ചയിൽ ഉണ്ടാവണം. അവർക്ക് വേണ്ടി നമുക്ക് എന്ത് പദ്ധതികൾ ഉണ്ടാക്കാൻ പറ്റും, അവരെ എങ്ങനെ സഹായിക്കാൻ പറ്റും തുടങ്ങിയ ഒരു പ്രക്രിയയാണ് നമ്മൾ ഈ വികസന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് വരേണ്ടത്. ചിലപ്പോ ഒരാൾക്ക് കാലിന് വയ്യാത്ത ഒരാളായിരിക്കും, അല്ലെങ്കിൽ ഒരു ഹൃദയത്തിന് പ്രശ്നമുള്ള ആളായിരിക്കും. നമ്മളിപ്പോ ഒരു പരിപാടി നടത്തുകയാണ് പഞ്ചായത്തിന്റെ കമ്മ്യൂണിറ്റി ഹാള് അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂം മുകളിൽ വെച്ചാണ് പരിപാടി നടക്കുന്നത്. ഈ വയ്യാത്ത ആൾക്കും ആ പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് നമ്മുടെ പഞ്ചായത്തിന്റെ മുറ്റത്ത് വന്നിട്ടുണ്ട്. അപ്പോ അദ്ദേഹത്തിന് കയറാൻ യാതൊരു നിവൃത്തിയില്ല. എന്താ നമ്മൾ ചെയ്യണ്ടേ? യോഗം അപ്പാടെ തന്നെ താഴത്തേക്ക് മാറ്റുക എന്നുള്ളതാണ്. ഇത് ചെയ്തിട്ടുള്ള പഞ്ചായത്തുകൾ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മുകളിലിരിക്കുന്ന 75ഓളം പേരെ ഒഴിവാക്കി ആ 75 പേരെയും താഴത്തേക്ക് വിളിച്ചിട്ട് 76ാമത്തെ വയ്യാത്ത ആളെ അഡ്രസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ യോഗങ്ങളെ, നമ്മളുടെ പരിപാടികളെ, നമ്മുടെ മീറ്റിങ്ങുകളെ മാറ്റി തീർക്കാൻ ശ്രമിക്കുന്ന ഒരു സംസ്കാരം നമ്മളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുണ്ട്. ഈ സംസ്കാരത്തെ നമ്മൾ ഉൾച്ചേർന്ന വികസനം എന്ന് പറയും, ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ് എന്ന് പറയും. ഇതാണ് ഇവിടെയുള്ള ആൾക്കാരുടെ സന്തോഷം. പഞ്ചായത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത്, എനിക്കും ഇവിടെ അധികാരമുണ്ട്. പഞ്ചായത്തിന് ഒരു മൃദുവായ രാഷ്ട്രീയ വേദി എന്നാണ് നമ്മൾ പറയുക. ജെന്റിൽ പൊളിറ്റിക്സ് ആണ് പഞ്ചായത്തിൽ, ഹൈ പൊളിറ്റിക്സ് അല്ല. ഹൈ പൊളിറ്റിക്സ് നടക്കുന്നതൊക്കെ സംസ്ഥാനത്തും കേന്ദ്രത്തിലൊക്കെയാണ്, നിയമം നിർമ്മിക്കാൻ പറ്റുന്നതുകൊണ്ട്. പക്ഷേ ഈ ജെന്റിൽ പൊളിറ്റിക്സ് ആണ് ഇന്ന് ജനങ്ങൾക്ക് വേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഇവിടെ SIRന്റെ പ്രവർത്തനം വന്നപ്പോ പൂമുഖം ചെയ്തത്. ഇങ്ങനെ ഒരു മൃദുവായ തലവടലാണ് അല്ലെ. ആരോടും പ്രത്യേകിച്ച് ആവശ്യപ്പെട്ടോ എവിടെയെങ്കിലും പ്രഖ്യാപിച്ചോ അല്ല. നിങ്ങൾ ആരും വോട്ടർ പട്ടികയിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു പോകരുത്, പ്രത്യേകിച്ച് 1 ലക്ഷത്തിന് വേണ്ടിയല്ല. ഇങ്ങനെ ഒരു പ്രവർത്തനം പൂമുഖം നടത്തിയെങ്കിൽ അതൊരു ജെന്റിൽ ആയിട്ടുള്ള സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. അത്തരത്തിലുള്ള ഒരു ജെന്റിൽ പൊളിറ്റിക്സ് ആണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു വ്യക്തിക്കും ഒരു കൊച്ചു തലോടൽ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് കിട്ടേണ്ടതുണ്ട്. അത് ജനങ്ങളുടെ അവകാശമാണ്. അത് നൽകാൻ ജനപ്രതിനിധികളെ ബാധ്യസ്ഥരുമാണ്. ഫണ്ട് മാത്രമല്ല നമുക്ക് തന്നേക്കണം, ഒരുപാട് സ്ഥാപനങ്ങളെ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയണ്ടാവും, ആദ്യമൊക്കെ ഞങ്ങൾ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പഞ്ചായത്ത് ഓഫീസ് മാത്രമാണ് വിചാരിച്ചിരുന്നത്. പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് ഓഫീസ് മാത്രമല്ല, പഞ്ചായത്തിന് ഒരുപാട് ഘടക സ്ഥാപനങ്ങളുണ്ട്. ഏതൊക്കെയാ? സ്കൂളുകൾ ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ, കൃഷിഭവൻ ഉണ്ട്, വെറ്റിനറി ഹോസ്പിറ്റൽ ഉണ്ട്, മറ്റു അലോപ്പതി ഹോസ്പിറ്റൽ ഉണ്ട്, ആയുർവേദ ഹോസ്പിറ്റൽ ഉണ്ട്. ഇങ്ങനെ തുടങ്ങി ഫിഷറി, ഇപ്പോ തീരദേശ മേഖലയാണെങ്കിൽ ഫിഷറീസ് ഇതിന്റെ ഓഫീസുകളുണ്ട്. ഇങ്ങനെ 15-16ഓളം വകുപ്പുകളെ നമുക്ക് ഇങ്ങോട്ട് തന്നിട്ടുണ്ട് അധികാര വികേന്ദ്രീകരണത്തിന്റെ ഒപ്പം. പൈസ മാത്രമല്ല, ആ വകുപ്പുകളെ മാത്രമല്ല തന്നത്, ആ വകുപ്പുകളെ എന്തൊക്കെ ചെയ്യണം എന്നും പറഞ്ഞിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥരെയും തന്നിട്ടുണ്ട്. പഞ്ചായത്ത് സെക്രട്ടറിയുടെ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കീഴിലാണ് ഇവിടെയുള്ള അലോപ്പതി ഹോസ്പിറ്റലുകളുടെ ഡോക്ടർമാര്, മൃഗസംരക്ഷണ അല്ലെങ്കിൽ വെറ്റിനറി ഡോക്ടർമാര്, ഇവിടുത്തെ ഹെഡ് ടീച്ചർമാര്, സ്കൂളിലത്തെ എല്ലാ ഹയർ ഓഫീസേഴ്സും പഞ്ചായത്തിനകത്തുള്ളവര് ആരുടെ കീഴിലാണ്? പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കീഴിലാണ്. ശരിക്കും പറഞ്ഞാൽ ആക്ട് പ്രകാരം പറയുന്നത്, ഇവരൊരു കാഷ്വൽ ലീവ് എടുക്കണമെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റിനോട് പറയണം, ഞാൻ ഇന്ന് അവധിയാണ് പ്രസിഡന്റ് എന്ന് പറയണം. അത് പറഞ്ഞു നടക്കുന്ന പ്രവർത്തനം പല പഞ്ചായത്തുകളിൽ ഉണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ വലിയൊരു സംവിധാനത്തെയാണ് പഞ്ചായത്ത് ഭരണനിർവഹണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഉത്തരവാദിത്വവും നമുക്ക് കൂടുതലാണ്. ശരിക്കും പറഞ്ഞാൽ പഞ്ചായത്തിന് അനിവാര്യമായ ചില ചുമതലകളുണ്ട്. അനിവാര്യ ചുമതലയിൽ പ്രധാനപ്പെട്ട ഒന്നെന്താ? പൊതുസൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മൾ കുടിവെള്ളം, റോഡ്, അംഗനവാടി, പല സ്ഥാപനങ്ങള്, ഇതൊക്കെ നമ്മൾ ഒരുക്കുന്നത്. പൊതു സൗകര്യങ്ങള് അതിന് പെടും നമ്മളുടെ ടേക്ക് എ ബ്രേക്ക് സംവിധാനങ്ങളും പുതിയത് വന്ന എല്ലാ കാര്യങ്ങളും, ബിൽഡിങ്ങുകള്, സ്ട്രക്ചറുകള്, ഇതെല്ലാം അതിൽ പെടും. മറ്റൊന്ന് പൊതു സംരക്ഷണമാണ്. എല്ലാ വ്യക്തികൾക്കും സംരക്ഷണം നൽകേണ്ടത് പഞ്ചായത്താണ്. ഒരു പഞ്ചായത്തിനകത്തുള്ള ഏതൊരു വ്യക്തിക്കും എന്തൊരു അപകടമുണ്ടായാലും എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും സംരക്ഷണം നൽകാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ പഞ്ചായത്തിനുണ്ട്.
വേറൊന്ന് ആരോഗ്യമാണ്. അതാണ് കോവിഡ് കാലത്ത് നമ്മൾ കണ്ടത്. അതുവരെ ഒരു ഗ്രാമസഭയ്ക്കോ ഒരു ജനപ്രതിനിധി വന്ന് നോക്കിയാൽ ചിലപ്പോ വാതിൽ തുറന്ന് നോക്കുക പോലും ചെയ്യാത്ത അല്ലെ നമ്മളുടെ മഹന്യന്മാര് കോവിഡ് വന്നപ്പോ എന്തുണ്ടായത്? ഉടനെ വിളിച്ചു, ജനപ്രതിനിധിയെ വിളിച്ചു. എന്താ കാരണം? ജനപ്രതിനിധിയാണ് അവർക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കണം. അവിടേക്കുള്ള ആശാപ്രവർത്തകരെ വിടുന്നു, അവിടേക്കുള്ള RRT ടീമുകളെ, വളണ്ടിയർ സംഘത്തെ വിടുന്നു, മരുന്ന് കൊടുക്കുന്നു, മുറ്റത്ത് വന്നിട്ട് ഭക്ഷണം വേണോ, നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടോ, നിങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിച്ചോ എന്ന് ചോദിക്കുന്നു. യഥാർത്ഥ ജനപ്രതിനിധിയായത് ശരിക്കും കോവിഡ് കാലത്താണ്. ചില്ലറ പണിയല്ല നമ്മുടെ ജനപ്രതിനിധികൾക്ക് ഉണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞല്ലോ ശ്രീരാമേട്ട ശമ്പളം വാങ്ങണ കാര്യം. അത് പറഞ്ഞപ്പോ ഞാൻ ആലോചിച്ചെന്തറിയോ, ഒരു ജനപ്രതിനിധിക്ക് കിട്ടുന്ന ശമ്പളം 8000 രൂപയുണ്ടാവും ഒരു മാസം. വളരെ കുറവാണ്. കാരണം ഞാൻ ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്ന് പറയുക മാത്രമല്ല, എല്ലാവർക്കും ഒരു ധാരണ ഉണ്ടാവും ധാരാളം പൈസ ഇവർക്ക് കിട്ടുന്നുണ്ടെന്ന്. പക്ഷെ ഈ 8000 രൂപ കഴിയാൻ അധികം താമസമൊന്നുമില്ല അല്ലെ. പല വീടുകളിലേക്ക് ഇവരെ ക്ഷണിക്കും, കല്യാണങ്ങൾക്ക് ക്ഷണിക്കും, മരണ വീട്ടിലേക്ക് ക്ഷണിക്കും, അസുഖങ്ങളായ ആളുകളെ വീട്ടിലേക്ക് വരും. ജനപ്രതിനിധികൾക്ക് 8000 രൂപ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല. പണ്ടാണെങ്കിൽ ഫോൺ ചാർജ് ചെയ്ത് അപ്പൊ പിന്നെ ഫോണിൽ ചില സ്കീമൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചൊക്കെ കുറയും അല്ലെ. അപ്പോ അവർക്ക് കിട്ടുന്ന അതും ശമ്പളമല്ല, ഓണറേറിയം എന്നാണ് നമ്മൾ പറയുക. ഇത്രയേ ഉള്ളൂ അവർക്ക്. സിറ്റിംഗ് ഫീ ഇപ്പൊ എത്രയാണാവോ? ഞാൻ പഞ്ചായത്തിലപ്പോ 75 റുപ്യ. ഇപ്പൊ എത്രയാ? അത്രയേ ഉള്ളൂ. ഒരു മീറ്റിംഗിൽ ഇരിക്കുന്നതിന് കിട്ടുന്ന പൈസയാണ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇതൊരു സേവനമാണ്, അതേസമയം ഉത്തരവാദിത്തമുള്ളതുമാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇതിൽ നിൽക്കുന്നത് എന്നുള്ളതിന്റെ പ്രത്യേകതയാണ് ഇത് നമുക്ക് തരുന്ന ഒരു സന്തോഷം. സാമൂഹ്യമായിട്ടുള്ള എന്തൊക്കെയോ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഉദ്യോഗസ്ഥരെ കളിയാക്കും. PSC കിട്ടിയിട്ട്, ജോലി കിട്ടിയിട്ട് ഉദ്യോഗസ്ഥർ വരുമ്പോ, അന്ന് ഞാൻ പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ ഈ എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുന്ന വിഭാഗത്തിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോ കുട്ടികൾ വന്നിട്ട് ആദ്യം തന്നെ PSC എഴുതിയിട്ട് പഞ്ചായത്തിലേക്ക് കിട്ടാണ്ടിരുന്നാൽ മതിയായിരുന്നു എന്ന് പറയും. കാരണം അത്രമാത്രം പണിയാണ് പഞ്ചായത്തിൽ. പക്ഷെ ഇതേ ആൾക്കാർക്ക് പഞ്ചായത്തിൽ തന്നെ കിട്ടിയിട്ട് എന്റെ മുന്നിൽ വരും. വന്നു കഴിഞ്ഞാല് ഞങ്ങൾ കളിയാക്കി പറയും, ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് പറയാറുണ്ട്, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ മരിച്ച സ്വർഗത്ത് പോകും. കാരണം സ്വർഗത്തിന്റെ അല്ലെങ്കിൽ മരിച്ച അവിടെ എത്തുന്ന സമയത്ത് അവിടെ ഉള്ള ആൾക്കാർ ചോദിക്കും, നിങ്ങൾ എവിടെയായിരുന്നു? ഞങ്ങൾ പഞ്ചായത്തിലെ ജോലി ചെയ്തേ. അതേലേ, ഈ പൊതുജനങ്ങളുടെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളിൽ പല തരത്തിലെ ആളുകൾ നമ്മുടെ അടുത്തേക്ക് വരും, നമുക്കറിയാം അല്ലെ. അവരുടെ സങ്കടങ്ങൾ കൊണ്ടാണ് അവർ വരുന്നത്. ആ സങ്കടങ്ങളെ മുഴുവൻ ഏറ്റുവാങ്ങിക്കൊണ്ട് അങ്ങേയറ്റത്തെ ക്ഷമയോടുകൂടി പ്രവർത്തിക്കുന്നവരാണ് പഞ്ചായത്തിലെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും. അതുകൊണ്ട് പറയും, നിങ്ങൾ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥയാണോ അല്ലെങ്കിൽ പഞ്ചായത്തിലെ ജോലി എടുക്കുന്നവർ, നിങ്ങൾ സ്വർഗത്ത് പോക്കോ, നിങ്ങൾ ഒരു സാമൂഹ്യ പ്രവർത്തനവും നടത്തണ്ട, ഒരു നല്ല കാര്യവും ചെയ്യണ്ട, നിങ്ങൾ അത്രയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു വേദിയാണ് പഞ്ചായത്ത്. അല്ലെങ്കിൽ ഈ തദ്ദേശ സ്വയംഭരണ നഗരസഭയായാലും അങ്ങനെ തന്നെയാണ്. പക്ഷെ നഗരസഭ ജനങ്ങൾക്ക് ഇത്രയും കൂടെ അടുപ്പില്ലാത്തതുകൊണ്ട് നമുക്ക് നഗരസഭയെ അങ്ങനെ പറയാൻ പറ്റില്ല എന്ന് മാത്രം. അതുകൊണ്ട് ഫണ്ട് തന്നു, ഫങ്ഷൻസ് എന്തൊക്കെ ചെയ്യണ്ടേന്ന് നമ്മളോട് പറഞ്ഞു, അതിനു വേണ്ട ആളുകളെയും തന്നു, ഉദ്യോഗസ്ഥരെയും തന്നു. ഫണ്ടും ഫങ്ഷനും ഫങ്ഷണറീസും കൈമാറ്റം ചെയ്ത അധികാര വികേന്ദ്രീകരണ പ്രക്രിയയാണ്. ഇതിൽ നമുക്ക് പലതരത്തിലുള്ള അനിവാര്യ ചുമതലകളുണ്ട്, പൊതു ചുമതലകളുണ്ട്, നിയന്ത്രിത ചുമതലകളുണ്ട്. നിയന്ത്രിത ചുമതലകൾക്കാണ് നമ്മൾ അധികം പഞ്ചായത്ത് പോവാറ്. ഒന്ന് ജനനം, മരണം, വിവാഹം, രജിസ്ട്രേഷൻ. ഇത് നിയന്ത്രിത ചുമതലയാണ്. പിന്നെന്താ, ഒരു വളരെ ഇതായിട്ട് പറഞ്ഞ ആക്ച്വലി അജ്ഞാത ജഡം ഒരു സ്ഥലത്ത് കണ്ടു, പഞ്ചായത്തിന്റെ ചുമതലയാണ് മറവ് ചെയ്യൽ. ഇത് കണ്ടാൽ ഉടനെ മെമ്പറെ വിളിക്കും, മെമ്പർ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്യണം, അതിന്റെ നിയമം പാലിച്ചുകൊണ്ട് അതിനെ മറവ് ചെയ്യണം. ലൈസൻസ് കൊടുക്കണം. എന്തിനൊക്കെ ലൈസൻസ് കൊടുക്കണം? അപകടകരമായിട്ടുള്ള പിന്നെ ചില അല്ലെ ഫാക്ടറികള്, അതുപോലെ തന്നെ ചില കമ്പനികള് തുടങ്ങിയ സ്ഥാപനങ്ങൾക്ക് വരെ ലൈസൻസ് കൊടുക്കേണ്ടത് ഇത് അപകടരഹിതമാണെന്ന് തെളിയിച്ചുകൊണ്ട് കൊടുക്കേണ്ടത് പഞ്ചായത്താണ്. വളർത്തു നായ്ക്കള് തുടങ്ങിയ എല്ലാ വളർത്തു മൃഗങ്ങൾക്കും ലൈസൻസ് കൊടുക്കേണ്ടത് പഞ്ചായത്താണ്. അങ്ങനെ പറയുമ്പോൾ ഒരുപാട് നിയന്ത്രിത ചുമതലകൾ നമ്മളുടെ പഞ്ചായത്ത്. പ്രോപ്പർട്ടി ടാക്സ് പിരിക്കേണ്ടത് പഞ്ചായത്താണ് അല്ലെ. പ്രോപ്പർട്ടി ടാക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടുവാടക, വീട്ടുനികുതി അല്ലെ. ലാൻഡ് നികുതി ആരെ പിരിക്കുക? വില്ലേജാണ്. പക്ഷെ വീട്ടുനികുതി പഞ്ചായത്താണ്. ലൈസൻസ്, പ്രൊഫഷണൽ ടാക്സ് തുടങ്ങിയ ഒട്ടനവധി നിയന്ത്രിത ചുമതലകളും പഞ്ചായത്തിനുണ്ട്. ഈ ചുമതലകളെ ആകെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് സദ്ഭരണം നടത്തുക എന്നുള്ളതാണ് പഞ്ചായത്തിന്റെ ചുമതല. എന്താ സദ്ഭരണം? അതുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. സദ്ഭരണത്തിന് ചില തത്വങ്ങളുണ്ട്. ഒന്ന്, പഞ്ചായത്ത് നടത്തുന്ന ഭരണത്തിന് കൃത്യമായ റിസൾട്ട് ഉണ്ടാവണം. വെറുതെ കുറെ പൈസ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് കാര്യമില്ല. അത് റിസൾട്ട് ഓറിയന്റഡ് ആയിരിക്കണം, ഫലപ്രാപ്തി ഉള്ളതായിരിക്കണം.
ഫലാധിഷ്ഠിതമായിരിക്കണം. നമ്മുടെ മുന്നിൽ ഗുണഭോക്താക്കളുണ്ട്. ഗുണഭോക്താക്കള് ഇതുകൊണ്ട് വളരണം, അവർക്കൊരു മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉണ്ടാവണം. അതൊരു സദ്ഭരണത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിളാണ്. മറ്റൊരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് മാറ്റങ്ങൾ ഉണ്ടാവണം. 5 വർഷം ഭരിച്ചാൽ 5 വർഷം കൊണ്ട് പഞ്ചായത്തിന് മാറ്റം ഉണ്ടാവണം. പലതരത്തിലുള്ള മാറ്റാവാം. മാറ്റം പൈസയിൽ മാത്രമല്ല, പാലം ഉണ്ടാക്കണേൽ മാത്രമല്ല, റോഡ് ഉണ്ടാക്കണേൽ മാത്രമല്ല, ആളുകളുടെ മനോഭാവത്തിൽ മാറ്റം വരാം, ആളുകൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിന് മാറ്റം വരാം, ആളുകളുടെ സന്തോഷത്തില് വർധനവുണ്ടാവാം തുടങ്ങി വളരെ ക്വാളിറ്റേറ്റീവായ മാറ്റങ്ങൾ അടക്കം പഞ്ചായത്തിന്റെ ഭരണം കൊണ്ട്, സദ്ഭരണമാണെങ്കിൽ ഗുഡ് ഗവേണൻസ് എന്ന് നമ്മൾ അതിന് പറയും, പഞ്ചായത്തിൽ ഉണ്ടാവണം. മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, പങ്കാളിത്തം വേണം. 4 ആള് പഞ്ചായത്ത് ഓഫീസിൽ ഇരുന്നിട്ട് ഒരു പ്രസിഡന്റ് സെക്രട്ടറി ഇരുന്നിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കിയാൽ അത് പഞ്ചായത്തിന്റെ പ്ലാൻ ആവില്ല. ആ പ്ലാൻ ആവണമെങ്കിൽ ഏറ്റവും വലിയ ജനാധിപത്യ വേദിയായിട്ടുള്ള ഗ്രാമസഭ നടക്കണം. പലപ്പോഴും നമ്മളുടെ ഗ്രാമസഭകളുടെ ഒരു പ്രത്യേകത എന്താ? ആദ്യമൊക്കെ ഞാനൊക്കെ പഞ്ചായത്തിൽ വന്ന് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഗ്രാമസഭ ഒരു ഹാള് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഹാളിൽ നിന്നൊക്കെ കവർ ചെയ്ത് പോകും ആളുകൾ. അത്രയ്ക്കധികം ആളുകൾ ഗ്രാമസഭയിൽ വരും. പക്ഷെ ഇപ്പൊ നമ്മുടെ ഗ്രാമസഭ ശോഷിച്ച് അല്ലെ ക്വാറം തികയ്ക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവർ മാത്രം ഗ്രാമസഭയിൽ വരിക എന്നുള്ള ഒരു അവസ്ഥ എത്തി. ഗ്രാമസഭയുടെ അവകാശം അത് മാത്രമല്ല. നമ്മുടെ വീടിനടുത്ത് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നങ്ങൾ, എന്തെങ്കിലും ഒരു അക്രമം ഉണ്ടായാൽ, നമ്മളുടെ വീട്ടില് കുടിവെള്ളമില്ലെങ്കിൽ, നമ്മുടെ ഒരു പ്രത്യേക ഭാഗത്ത് ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ, നമുക്ക് നടക്കാൻ പറ്റാത്ത വിധത്തിൽ പല പ്രശ്നങ്ങളും റോഡിന് ഉണ്ടെങ്കിൽ, ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങളും ഉയർത്തേണ്ട ഒരു വേദിയാണ് ഗ്രാമസഭ. ഏറ്റവും വലിയ ജനാധിപത്യ വേദിയാണ് ഗ്രാമസഭ. ഈ ഗ്രാമസഭയിൽ നിന്ന് വന്ന ആശയങ്ങളാണ് നമ്മൾ ക്രോഡീകരിച്ച് ഈ പറയുന്ന പദ്ധതികളിലേക്ക് പോകുക. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, പലപ്പോഴും ഗ്രാമസഭ ആൾക്കാരെ അറിയില്ല. ജനങ്ങളെ ഇൻഫോംഡ് ആക്കുക. എന്തറിയോ, ജനപ്രതിനിധികൾക്ക് പുതുതായി വരുമ്പോ ഏറ്റവും പേടി ഗ്രാമസഭയിൽ പോകാനാണ്. ഇപ്പൊക്കെ കുറെ മാറി. പണ്ട് ഗ്രാമസഭയിൽ പോകാൻ ഭയങ്കര പേടിയാണ്. കാരണം ആനുകൂല്യങ്ങളൊക്കെ ചിലപ്പോ ഒരു വാർഡിന് മാത്രമായിട്ട് കൊടുക്കാൻ ഉണ്ടാവില്ല പെട്ടെന്ന്. അപ്പൊ അവിടെ ചെന്നാൽ ആദ്യം തന്നെ ജനങ്ങള് ചോദിക്കും, നിങ്ങളെ ഞങ്ങൾ ജയിപ്പിച്ചിട്ട് എന്താണ്ടായി, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി എന്താ ചെയ്തേ എന്നൊക്കെ ചോദിക്കുന്നു. പേടിച്ചിട്ട് വാർഡിലേക്ക് പോവാൻ നല്ല പേടിയാ. ഗ്രാമസഭയിൽ എന്തും ചോദിക്കാമെന്നാണ്. അധ്യക്ഷൻ അനുവദിക്കുന്ന ഏത് കാര്യവും നമുക്ക് ചോദിക്കാം. അധ്യക്ഷനാണെങ്കിലോ ഏത് കാര്യം അനുവദിക്കുകയും വേണം എന്നാണ്. എന്ന് പറഞ്ഞാൽ പാർലമെന്ററി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അനുവദിക്കണം എന്നാണ്. അങ്ങനെ വരുമ്പോ ഏത് തരത്തിലുള്ള ആക്ഷേപങ്ങളും നേരിടാം എന്നുള്ളത് കൊണ്ട് ഗ്രാമസഭ ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് നമ്മുടെ പല ജനപ്രതിനിധികളെ എങ്ങനെയാ വെച്ചാല് ഗ്രാമസഭയുടെ നോട്ടീസൊക്കെ അംഗനവാടി കൊണ്ടുവന്നിടും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഇതുപോലെ ഭൂമുഖം പോലത്തെ സ്ഥലത്തൊക്കെ കൊണ്ടുവന്നിടും. പക്ഷെ ആളുകളെ നേരിട്ട് പലപ്പോഴും ഇൻഫോം ചെയ്യില്ല. ഇൻഫോംഡ് ആയാൽ പിന്നെ വരേണ്ട ഉത്തരവാദിത്തം ജനങ്ങളുടെയാണ്. പൗരകേന്ദ്രീകൃതമാണ് തദ്ദേശ സ്വയംഭരണം, അല്ലാതെ ജനപ്രതിനിധികളെ കേന്ദ്രീകരണമല്ല, പൗരകേന്ദ്രീകൃതമാണ്. അതുകൊണ്ട് പൗരന്മാർക്കും ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഗ്രാമസഭയിൽ ചെന്ന് ഇപ്പോ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും, റോഡുകളിലൊക്കെ നിങ്ങൾ ഹൈവേയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഒരു നായയുടെ എന്തെങ്കിലും വണ്ടി ഇടിച്ചു മരിച്ചു കിടക്കുകയാണെങ്കിൽ അത് ജനപ്രതിനിധി വരട്ടെ അതിടാൻ, അല്ലെ? ആ വീട്ടിലുള്ള, അതിന്റെ തൊട്ട് മുന്നിൽ ഒരു വീടുണ്ടാവും, ആ വീട്ടിലുള്ള ഒരാൾക്ക് ആ നായയെ എടുത്തുകൊണ്ടുപോയി സംസ്കരിക്കാനുള്ള ഒരു ശീലം ഇന്നും കേരളത്തിൽ പല ആളുകൾക്ക് ഇല്ല, നമുക്കറിയാം, അല്ലെ? അപ്പൊ അത് ഉത്തരവാദിത്തം ആരുടെയാ? ശരിയാ, പഞ്ചായത്തിന്റെയാ. അതുകൊണ്ട് പഞ്ചായത്ത് വരണ വരെ നമ്മൾ കാത്തിരിക്കും. അതാണോ ശരിക്കും ഒരു പൗരന്റെ കടമ? സിറ്റിസൺഷിപ്പിന് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, പൗരർക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. സിവിക് സെൻസ് എന്നൊക്കെ നമ്മൾ അതിന് പറയും. ആ സെൻസ് പ്രവർത്തിക്കേണ്ടത് ജനങ്ങളുടെയും കൂടെ ഉത്തരവാദിത്തമാണ്. ആ ജനങ്ങളുടെ ഉത്തരവാദിത്തം ഇത് ഗ്രാമസഭയിൽ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ അവതരിപ്പിക്കുകയാണ്. ആ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് ശരിക്കു പറഞ്ഞാൽ ആ ഗ്രാമസഭയിൽ പങ്കെടുക്കുന്ന ഉദ്യോഗസ്ഥരെ ജനപ്രതിനിധികളെയും തീരുമാനമെടുപ്പിക്കണം. അതാണ് ജനങ്ങളുടെ ആവശ്യം. അതിനുള്ള പ്രാപ്തി നമ്മളുടെ ഉദ്യോഗസ്ഥർക്ക് ജനപ്രതിനിധികൾക്ക് ഉണ്ട്. ആ പ്രാപ്തി ഉണ്ടെന്ന് മാത്രമല്ല, ആ തീരുമാനം എടുക്കാനുള്ള സംവിധാനങ്ങളും പഞ്ചായത്തിനുണ്ട്. പലതരം സംവിധാനങ്ങളുണ്ട്. നിങ്ങൾ ഈ കാണുന്ന ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ സ്ഥാപനങ്ങളും പഞ്ചായത്തിന്റെ കൂടെയുണ്ട്. വാർഡ് തലത്തിൽ വികസന സമിതികളുണ്ട്, പഞ്ചായത്ത് തലത്തിൽ 13ഓളം കർമ്മസമിതികളുണ്ട്. പിന്നെ പഞ്ചായത്തിനെ നമ്മളങ്ങ് വരച്ചാൽ അതിനു ചുറ്റും ഒരുപാട് സംവിധാനങ്ങളുണ്ട്. കുടുംബശ്രീ ഉണ്ട്, അല്ലെ? ഇതുപോലെ പലതരത്തിലുള്ള പിന്നെ സംരംഭകത്വ സംവിധാനങ്ങളുണ്ട്, ഓഫീസുകൾ പലതും ഉണ്ട്. ഇങ്ങനെയുള്ള ഈ സംവിധാനങ്ങളെ മുഴുവൻ ഉപയോഗിക്കാൻ, ഇപ്പൊ ഹോസ്പിറ്റൽ ആണെങ്കിൽ ഹോസ്പിറ്റലിനെ ഭരിക്കാൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി ഉണ്ട്,
സ്കൂളിലാണെങ്കിൽ സ്കൂളിന്റെ മാനേജ്മെന്റ് കമ്മിറ്റി ഉണ്ട്. ഇതിന്റെയൊക്കെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്ന് പറയുന്നത് പ്രസിഡന്റ് ആണ്. എന്തെങ്കിലും സംസാരിക്കാൻ അറിയുന്നവരൊക്കെ ഉണ്ടാവും. അവരെയൊക്കെ ചേർത്തിട്ട് ഒരു കാട്ടിക്കൂട്ടാൻ വേണ്ടി ഒരു ഗ്രാമസഭ നടത്തുന്നതിന് പകരം ഇന്ന് നമ്മൾ ഇവിടെ തുടങ്ങിയ പോലെ ഒരു 4 മണിക്ക് ഗ്രാമസഭ നടത്തുക, അത്യാവശ്യം കലാപരിപാടികൾ നടത്തുക, അതിലെല്ലാവരുടെയും. അപ്പൊ ചെറിയ കുട്ടിയും ഒരു 18 വയസ്സുള്ളവരെ ഗ്രാമസഭയിലേക്ക് കടത്തുള്ളൂ. 18 വയസ്സ് മുതൽ എത്ര വയസ്സായ ആൾക്കും അവിടെ വന്ന് ഇരിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാവും. ഇനിയെങ്കിലും ഈ വടക്കേക്കാട് ഗ്രാമപഞ്ചായത്തെങ്കിലും ഇനി വരാൻ പോകുന്ന പദ്ധതിയുടെ ഗ്രാമസഭയാണ് ആദ്യം വരിക. ആ ഗ്രാമസഭയിലേക്ക് ഇത്തരത്തിൽ കുറച്ചൊരു കൾച്ചറൽ പ്രോഗ്രാമും കൂടെ ഒക്കെ വെച്ചുകൊണ്ട് ഗ്രാമസഭ നടത്താൻ തയ്യാറായ ആളുകൾക്കൊക്കെ ഇഷ്ടമാണ്. നിങ്ങൾക്കറിയാം, ഏതൊരു സാംസ്കാരിക പരിപാടി ഉണ്ടെങ്കിൽ, ഗാനമേള ഉണ്ടെങ്കിൽ എല്ലാവർക്കും നൃത്തം ചെയ്യാൻ ഇഷ്ടമാണ് അല്ലെ? ധാരാളം നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നുണ്ട്. അതുപോലെ ഉള്ളൊരു സംഭവമാക്കിയിട്ട് മാറ്റാൻ, കുറച്ചും കൂടെ സുന്ദരമാക്കാൻ, നമ്മുടെ ഹാപ്പിനെസ് ഇൻഡെക്സ് വർദ്ധിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഗ്രാമസഭകൾ നടത്തിയാൽ അതിനകത്തുനിന്ന് ആശയങ്ങൾ വരും. ആശയങ്ങളെ നമുക്കൊരു പഞ്ചായത്തിലേക്ക് കൊണ്ടുവരാം. അതിനെ നല്ല പദ്ധതികളായിട്ട് നമുക്ക് മാറ്റാൻ കഴിയും. ഇങ്ങനെ A to Z ആളുകളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് സദ്ഭരണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ സദ്ഭരണം നടപ്പിലാക്കാനുള്ള മറ്റു ചില സംവിധാനങ്ങളും കൂടെ നമുക്കുണ്ട്. നിങ്ങൾക്കറിയാം, ഇതുവരെ ഫ്രണ്ട് ഓഫീസ് സംവിധാനം പ്രവർത്തിച്ചിരുന്നു അല്ലെ? ഇപ്പൊ കേസ്മാർട്ടായി, കേസ്മാർട്ടിന്റെ പരിശീലനങ്ങളൊക്കെ ഇനി പഞ്ചായത്തിലേക്ക് വരും. പൊതുജനങ്ങൾക്കും കേസ്മാർട്ടിന്റെ പരിശീലനം കൊടുക്കാൻ കഴിയും. ഒരു വിരൽ തുമ്പിൽ നമുക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ കിട്ടാൻ പറ്റുന്ന വിധത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ സേവനങ്ങൾ പഞ്ചായത്തുകളിൽ നിന്ന് നേടാൻ പറ്റുന്ന വിധത്തിലുള്ള വിശാലമായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ തദ്ദേശഭരണ വകുപ്പ് IKM വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ പ്രവർത്തനം ആരംഭിച്ചിട്ട് നഗരസഭകളിൽ എല്ലാവരും ഉപയോഗിച്ചു തുടങ്ങി. പഞ്ചായത്തുകളിലും ഇതൊരു പൂർത്തീകരണത്തിന്റെ അവസാന സ്റ്റേജിലാണ്. അതുപോലെ തന്നെ നമുക്കൊരു പൗരാവകാശ രേഖയുണ്ട്. അത് നിങ്ങൾക്ക് അറിയോന്നറിയില്ല. എല്ലാ പഞ്ചായത്തിന്റെയും മുന്നില് ഒരു പൗരാവകാശ രേഖ വെക്കണം. പൗരാവകാശ രേഖയിൽ പറയുന്നുണ്ട് എത്ര ദിവസം കൊണ്ടാണ് നിങ്ങൾക്ക് ജനന സർട്ടിഫിക്കറ്റ് കിട്ടുക, എത്ര ദിവസം കൊണ്ടാണ് നിങ്ങൾക്ക് ലൈസൻസ് കിട്ടുക, എത്ര ദിവസം കൊണ്ടാണ് നിങ്ങൾക്ക് ബിൽഡിംഗ് പെർമിറ്റ് കിട്ടുക, തുടങ്ങി പഞ്ചായത്ത് കൊടുക്കുന്ന എല്ലാ സേവനങ്ങളും എത്ര ദിവസം കൊണ്ടാണെന്ന് ഒരു ബോർഡ് ഒട്ടിച്ചു വെക്കണം പഞ്ചായത്തിന്റെ മുന്നിൽ. ജനങ്ങൾ ആവശ്യപ്പെട്ടാൽ പൗരാവകാശ രേഖ എടുത്തു കൊടുക്കണം. സിറ്റിസൺ ചാർട്ട് എന്ന് പറയും. അത് എടുത്ത് ഫ്രണ്ട് ഓഫീസിൽ നിന്ന് നമ്മൾ കൊടുക്കണം. ഇതൊക്കെ എത്ര ആൾക്കാർക്ക് അറിയാം അല്ലെ? ഇത്ര ദിവസം എന്ന് പറഞ്ഞാൽ ആ ദിവസത്തിനുള്ളിൽ കൊടുത്തില്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുക്കാവുന്ന പല സംവിധാനങ്ങളും പഞ്ചായത്തിലുണ്ട്. അഴിമതി, പഞ്ചായത്തിൽ ഒരു ബോർഡ് എഴുതി വെക്കണം. അതായത് ISO എല്ലാ പഞ്ചായത്തുകളും നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അസോസിയേഷൻ അത് കിട്ടിയ സർട്ടിഫിക്കറ്റ് കിട്ടിയ ISO സർട്ടിഫിക്കറ്റ് കിട്ടിയ സ്ഥാപനങ്ങളാണ്. ഈ സ്ഥാപനങ്ങളുടെ മുന്നിൽ എഴുതി വെക്കേണ്ടത് ഒരു ശുപാർശയും കൂടാതെ സേവനങ്ങൾ ഈ പഞ്ചായത്തിൽ നിന്ന് ലഭ്യമാകുന്നതാണ്. ബോർഡ് വെക്കണം പഞ്ചായത്തിൽ. ISO കിട്ടിയ എല്ലാ പഞ്ചായത്തിലും ബോർഡ് ഉണ്ട്, ഏതെങ്കിലും ഒരു ബുക്കിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് അറിയണം, ജനങ്ങൾക്ക് അറിയണം, ഒരു ശുപാർശയും കൂടാതെ എല്ലാ സേവനങ്ങളും ഈ പഞ്ചായത്തിൽ നിന്ന് ലഭ്യമാണ്. പിന്നെ അഴിമതിയുടെ ബോർഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? ആർക്കും കൊടുക്കാനോ വാങ്ങാനോ പാടില്ല എന്നുള്ളത്. പഞ്ചായത്തിന്റെ ഒരു ജനങ്ങളുടെ ഒരു അവകാശം എന്ന് പറയുന്ന വേറൊന്നാ എന്താ? സ്വയം വെളിപ്പെടുത്തേണ്ട വേദിയാണ് പഞ്ചായത്ത്. ചെന്ന് ചോദിക്കേണ്ട വേദിയല്ല. ഇതിന് ഞാൻ എന്താ ചെയ്യണ്ടേ, ഇതെന്താ ചെയ്യണ്ടേ എന്ന് ജനങ്ങൾ ഇങ്ങോട്ട് വന്ന് ചോദിക്കുകയല്ല ചെയ്യുക. പഞ്ചായത്ത് ചെയ്യുന്ന കാര്യങ്ങൾ സ്വയം വെളിപ്പെടുത്തണം എന്നാണ് ആക്ടിൽ പറയുന്നത്. നമ്മൾ സ്വയം വെളിപ്പെടുത്തണം. അതുകൊണ്ട് തന്നെ പഞ്ചായത്തിന്റെ ബജറ്റ് ഒരു പരസ്യ ബജറ്റാണ്. മറ്റെല്ലാ സർക്കാരിന്റെയും ബജറ്റുകൾക്ക് അവിടെ കുറച്ച് ആൾക്കാർ, ധനമന്ത്രി, അവരുടെ ഒരു ക്യാബിനറ്റ്, കുറച്ച് സംഘവും ഒക്കെ ചേർന്നിരുന്നുണ്ടാക്കുന്ന ബജറ്റ് അല്ല പഞ്ചായത്തിന്റെ ബജറ്റ്. പഞ്ചായത്തിന്റെ ബജറ്റ് ഗ്രാമസഭയിൽ നിന്ന് വരുന്ന ആവശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വരുന്ന ഒന്നാണ് പഞ്ചായത്തിന്റെ ബജറ്റ്. പഞ്ചായത്തിന്റെ ബജറ്റ് പാസ്സാക്കണമെങ്കിൽ കരട് ബജറ്റ് ആദ്യം പഞ്ചായത്ത് ഭരണസമിതിയിൽ വൈസ് പ്രസിഡന്റ് വെച്ചതിന് ശേഷം 1 മാസത്തോളം സമയമുണ്ട്. ഈ സമയത്ത് എവിടേക്ക് ഇടണം? ഇതുപോലുള്ള സാംസ്കാരിക വേദികളിലടക്കം ഈ ബജറ്റിന്റെ കോപ്പി കൊണ്ടുവന്ന് വെക്കണം. ജനങ്ങൾ ചെല്ലുന്ന മുക്കും മൂലയിലും ഈ ബജറ്റ് കൊണ്ടുവയ്ക്കുകയും ഇതിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ആളുകൾക്കുണ്ടെങ്കിൽ അത് പഞ്ചായത്തിനെ അറിയിക്കുകയും ചെയ്തുകൊണ്ട് ഒരു കൃത്യ ദിവസത്തിനകം മാത്രമേ കരട് ബജറ്റിനെ ഫൈനൽ ബജറ്റാക്കി മാറ്റാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പഞ്ചായത്തിന്റെ ബജറ്റിനെ പരസ്യ ബജറ്റ് എന്ന് പറയുക. അപ്പൊ ധന വിനിയോഗത്തിന്റെ കാര്യത്തിലായാലും ജനങ്ങളുടെ പൊതുസേവനത്തിന്റെ കാര്യത്തിലായാലും ഒക്കെ തന്നെ പഞ്ചായത്തിനെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ഏറ്റവും പ്രാപ്യതയുള്ള, സദ്ഭരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വമായിട്ടുള്ള ആക്സസിബിലിറ്റി ഏറ്റവും പ്രാപ്യതയുള്ള, ഇപ്പൊ ഒരുപാട് വയോജനങ്ങൾ ജീവിക്കുന്ന ഒരു സ്ഥലമുണ്ട്, പക്ഷെ ആശുപത്രി 4 കിലോമീറ്റർ അപ്പുറം. അങ്ങനെയല്ല വേണ്ടത്.
ആളുകൾക്ക് ആക്സസിബിൾ ആവുന്ന സ്ഥലത്ത് നമ്മളുടെ സ്ഥാപനങ്ങളെ കേന്ദ്രീകരിക്കുന്നതിനും ആവശ്യങ്ങളെ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്നതിനും അതിനാവശ്യമായിട്ടുള്ള നൈപുണ്യ വികസനത്തിനും ഒക്കെ സംവിധാനങ്ങൾ ഒരുക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനം എന്നുള്ള രീതിയിൽ പഞ്ചായത്തിന് വളരെ പ്രധാനപ്പെട്ട 2 ഉത്തരവാദിത്തങ്ങളാണ്. ഒന്ന് പ്രാദേശിക സാമ്പത്തിക വികസനവും മറ്റൊന്ന് സാമൂഹ്യ നീതിയുമാണ്. അപ്പൊ ഒരു നല്ല ജനനേതാവ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ആളുകൾ വന്ന് ചോദിക്കുന്നതിന് പകരം സ്വയം വെളിപ്പെടുത്താൻ പറ്റുന്ന തരത്തിൽ ഉള്ള ഒരു നേതാവായി ഈ ജനപ്രതിനിധികളാകെ നിങ്ങളുടെ മുന്നിൽ മാറും. അതാണ് അവർ സത്യപ്രതിജ്ഞാ സമയത്ത് അവർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഈ പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തങ്ങളെയും ചുമതലകളെയും നിറവേറ്റുന്നതിനുള്ള എല്ലാ തരത്തിലുള്ള പിന്തുണയും ഇവിടെയുള്ള ജനപ്രതിനിധികൾക്ക് നൽകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ എന്റെ മുന്നിലിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടെ അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. സ്നേഹം.